സുരേഷ് ഗോപിയാന്ന് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യട്ടെ. ആദ്യം ഇതല്ലാതെ വേറൊരു വഴിയില്ല. എന്തിനാ കരയുന്നേ? മഞ്ജു വാര്യരൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ എന്തോ ചെയ്യാനാ? അതിച്ചിരി കടുക്കും. എന്തായാലും വന്നതല്ലേ, വന്ന കാര്യം നടക്കട്ടെ. ടെന്നീസ്, ഈ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട എന്റെ നിരഞ്ജൻ കിടക്കുക. നിരഞ്ജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കുറ്റം ചെയ്യാൻ തുളസിയിലിട്ട് ആവി പിടിച്ചല്ലോ നിരഞ്ജനെ പിടിച്ച് ജയിലിൽ ഇട്ടു. എന്നാലും ഞാൻ എന്റെ നിരഞ്ജനെ കാണാൻ വന്നപ്പോ വെറുങ്കയോടെയാണല്ലോ വന്നത്. കുറച്ച് ഫ്രൂട്ട്സ് പോലും മേടിച്ചില്ല. ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാൻ നിരഞ്ജനകത്ത് പ്രസവിച്ചു കിടക്കുമല്ലോ. ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു പാക്കറ്റ് ബീഡി, അതാ സ്ഥിരം പതിവ്. അയ്യോ, എന്റെ നിരഞ്ജൻ അങ്ങനെ വലിക്കില്ല, കുടിക്കില്ല. എന്തിന്? സാക്ഷാൽ ഐശ്വര്യ റായ് വന്ന് അടുത്ത് നിന്നാ പോലും തിരിഞ്ഞോലും നോക്കില്ല. ഇല്ല. എന്നാ പിന്നെ തൂക്കിക്കൊല്ലുന്ന തന്നെ നല്ലത്. ഇതൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തോ എടുക്കാനാ? മനുഷ്യനായ എന്തെങ്കിലും ഒക്കെ വേണ്ടി. എന്താ പറഞ്ഞേ? അല്ല, കോടതി വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എം.ജി. ശ്രീകുമാറിനെ അനുഗ്രഹിക്കുകയാണ്. അല്ല, കരഞ്ഞതാ. പിന്നെ കുഴപ്പമില്ല. നാളെ എന്റെ നിരഞ്ജനെ തൂക്കിക്കൊല്ലും. പിന്നെ ഞാൻ എങ്ങനെ എന്റെ നിരഞ്ജനെ കാണും? വേണേ നമുക്ക് ഹോജാബോഡി വിളിച്ചു വരുത്താം. അപ്പൊ ബൈക്കിലൊക്കെ കറങ്ങാൻ പറ്റുമോ? ആണ്ടടാ, ഹോജാബോഡി വിളിച്ചു വരുത്തില്ല ബൈക്കിൽ കറങ്ങാൻ പറ്റുമോ? ടെന്നീസ് ഇതുവരെ നിരഞ്ജനെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കണ്ടു നോക്കണം. ആപ്പിൾ കണക്കായിരിക്കുന്നെ. അതെന്താ അവന്റെ തല ഇങ്ങോട്ടുണ്ടാ? ഞാൻ ആപ്പിൾ കണക്കല്ലേ ഇരിക്കണം. ടെന്നീസും ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നെ. അതെ, എനിക്ക് പെട്ടെന്ന് ചെല്ലണം. എനിക്ക് പശുക്കളെയൊക്കെ നോക്കാനുള്ള. പിന്നെ നിരഞ്ജനെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. എനിക്ക് ഈ ജയിലിൽ വന്ന അധികം ശീലമില്ല. പേടിക്കണ്ട, ഇതൊരു നല്ല തുടക്കമായിരിക്കും. അത്ര കേറണ നിരഞ്ജന്. അതെ, കോളേജ് പഠിച്ചിടുമ്പേ നിരഞ്ജൻ അവിടുത്തെ ഹീറോ ആയിരുന്നു. നിരഞ്ജൻ എന്തൊക്കെ കഴിവുണ്ടായിരുന്നെന്ന് അറിയോ? എന്ത് കഴിവ്? ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടാതെ കൊക്കോ കോള എന്ന് പറയും. ഇതൊക്കെ ഒരു കഴിവാണോ? കൊക്കോകോള എന്ന് പറയുമ്പോ ചുണ്ട് രണ്ട് കൂട്ടിമുട്ടത്തില്ലല്ലോ. ഒന്ന് പെപ്സി എന്ന് പറഞ്ഞേ. പെപ്സി ചുണ്ട് രണ്ട് കൂട്ടിമുട്ടി. നിരഞ്ജന് ചുണ്ട് രണ്ട് കൂട്ടിമുട്ടാതെ കൊക്കോകോള, എനിക്ക് ചുണ്ട് രണ്ട് കൂട്ടിമുട്ടുന്ന പെപ്സി. അടുത്ത ന്യായവാടി. അതൊക്കെയാണ് നിരഞ്ജന്റെ ന്യായം. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിരഞ്ജനാണോ ആദ്യം വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞേ, അതോ ആമിയാണോ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞേ? ഞാനാ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞേ. അപ്പൊ ചെന്ന് കയറി കൊടുത്തതാ. അയ്യോ, എന്റെ നിരഞ്ജൻ വരുന്നു. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലും. അഭിരാമി, നിരഞ്ജൻ, അപറാബി അപറാബി അപറാബി. ആണ്ടടാ, കമലഹാസൻ കയറി വരുന്നു. അഭിരാമി, കരയരുത് അഭിരാമി, കരയരുത്. നീ കരയുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നിരഞ്ജൻ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ ഇനി എങ്ങനെ നിരഞ്ജനെ കാണും? നാളെ ഞാൻ മരിച്ചാലും ഒരു നക്ഷത്രമായി ആകാശത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്റെ അഭിരാമിയെ കാണും. ഇതേതായി കാറിന്റെ മുന്നിലിരിക്കണ പാവ? അയ്യോ, അത് പാവയല്ല, ബെത്ലഹേമിലെ ഡെന്നിസാ. ബെത്ലഹേമിലെ യേശു അല്ലേ? അയ്യോ, അതല്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഫാമൊക്കെയുള്ളൊരു ഡെന്നിസ്, അതാ ഇത്. ഓ, ജയിലിലേക്ക് വരുന്ന അഭിരാമിയുടെ എല്ലാ കത്തുകളിലും ഈ ബെത്ലഹേമിലെ ഷട്ടിൽ ബാറ്റിനെ കുറിച്ച് പറയാറുണ്ട്. എന്തോ ഒരു ഗെയിമായിരുന്നല്ലേ? നിങ്ങൾ നല്ലവനാണ്. എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ തന്നെ നെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഫാമും ആ ബെത്ലഹേമും ഒക്കെ. നിരഞ്ജൻ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്. പിന്നെ നാളെ തൂക്കുകയറേറ്റാൻ പോകുന്ന ഞാൻ കൈകൊട്ട് പെണ്ണെ, കൈകൊട്ട് പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട് എന്ന് കളിച്ചുകൊണ്ട് നിൽക്കാം. നിരഞ്ജൻ, ഒരു കാര്യം അറിയോ? എന്താ? നിരഞ്ജൻ ഈ ജയിലിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. സൂപ്പർ അജന്റെ ഫോൺ വെച്ച് നോക്കുമ്പോ പച്ച ലൈറ്റും കത്തിച്ച് ഓൺലൈൻ ഇരിക്കുന്ന ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചു. അത് പിന്നെ സമയം പോകാൻ വേണ്ടി നമ്മളെ പണ്ടത്തെ വീഡിയോ കാണുന്നതാ. എനിക്ക് അവസാനമായിട്ട് 2 ആഗ്രഹങ്ങളുണ്ട്. അത് അഭിരാമിയും പിന്നെ ഹോക്കിയും നടത്തി തരണം. എന്റെ പേരെന്തായിരുന്നു? എന്താണ് ആഗ്രഹങ്ങൾ? ഓ, ഒന്ന്, എനിക്ക് എന്റെ പഴയ കുട്ടിക്കാലത്തിലോട്ട് പോകണം. ശരീരം കൊണ്ടാവില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് പോകണം. അതിന് നിങ്ങൾ എനിക്ക് ഈ ജയിലിന്റെ ഉള്ളിൽ ഒരു ഊഞ്ഞാല് കെട്ടിത്തരണം. ആ ഊഞ്ഞാലിരുന്ന് ഈ ജയിലിന്റെ ചുറ്റുമലിന്റെ അത്രയും പൊക്കത്തിലിരുന്ന് എനിക്ക് ആടണം. ജയിലിൽ ചാടണമെങ്കിൽ അത് പറയണം. അതിനിങ്ങനെ സാഹിത്യപരമായിട്ട് വളർത്തടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാൻ. നിരഞ്ജൻ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അത് നിരഞ്ജൻ എനിക്ക് സാധിച്ചു തരണം. എന്താ? നിരഞ്ജൻ വിട വാങ്ങുന്നതിന് മുമ്പ് നിരഞ്ജൻ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടണം. എന്നെ ഒരു പാപവും കൂടെ ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. നിരഞ്ജൻ, ടൈം ഓവർ. സർ, പ്ലീസ് സർ, ഞാൻ ഇപ്പോ വരാം സർ, പ്ലീസ് സർ. ടൈം ഓവർ ആണ്. അഭിരാമി, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് അഭിരാമി. അഭിരാമി, എനിക്ക് അത് സാധിച്ചു തരണം. എന്താ നിരഞ്ജൻ? ഈ ക്യാരം ബോർഡിനെ കെട്ടണം.
ടെന്നീസ്. കെട്ടണം പ്ലീസ്. ഇല്ല നിരഞ്ജൻ, പറ്റില്ല. പ്ലീസ് അഭിരാമി പ്ലീസ്. ഇല്ല നിരഞ്ജൻ, എന്നെ കൊണ്ട് അതിന് ഒരിക്കലും സാധിക്കില്ല. നീ എന്നെ ഇത്രയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ ഇത്രയെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ്. നിരഞ്ജൻ, ഞാൻ വേണമെങ്കിൽ മരിക്കാതെ നിരഞ്ജന്റെ വിധവയായിട്ട് ജീവിക്കാം. എന്നാലും ഇതിനെ എനിക്ക് വേണ്ട. അത്ര കഴിക്കാണോ ഞാൻ? മിസ്റ്റർ സ്പോർട്സ് അതാവുമ്പോ എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ അത് വിട്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം. അഭിരാമിയെ കെട്ടണം. നിരഞ്ജൻ ടൈം ഓവർ. കെട്ടാൻ പറ്റുന്നൊന്നുമല്ല ഈ താലി കെട്ടുന്നത്. നമുക്ക് ഇത് വീട്ടുകാരോടൊക്കെ സംസാരിക്കണം. ഞാൻ അമ്മയോട് പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് പിന്നെയും പറയാലോ പ്ലീസ്. എനിക്ക് താലി കെട്ടാൻ പറ്റത്തില്ല. അതെന്താ? എനിക്ക് താലി കെട്ടിക്കുന്ന അപ്പം ഉണ്ണണം. അതിനുള്ള സംവിധാനം ഒന്നും വിടില്ലല്ലോ. അത് നിങ്ങൾക്ക് വെളിയിൽ പോയാലും കഴിക്കാമല്ലോ. പക്ഷെ ഈ രംഗം ഓർത്ത് വേണം നാളെ തൂക്കേറേറ്റുമ്പോ എനിക്ക് എന്റെ കണ്ണുകൾ അടയ്ക്കാൻ. നിരഞ്ജൻ ടൈം ഓവർ. പ്ലീസ് സാർ പ്ലീസ്. ഞാൻ ഇപ്പൊ വരാം സാർ പ്ലീസ്. അതെ, ഇത് ഞാൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ. അവളോട് സമ്മതിക്കണ്ടേ? അവള് സമ്മതിക്കും. എന്റെ അഭിരാമി ഞാൻ പറഞ്ഞാ സമ്മതിക്കും. നിങ്ങളൊന്ന് കെട്ടി നോക്കല്ലേ. അഭിരാമി, ഡെന്നീസ്, ഉള്ള സഹകരണം കൂടെ കളയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടത്. ഞാൻ ഇപ്പൊ യൂബർ വിളിച്ച് വീട്ടിൽ പോ. വീട്ടിലുള്ള എല്ലായിടത്തും പറയും. നിരഞ്ജൻ അവള് സമ്മതിക്കുന്നില്ല. ഒന്നാമതേ ഒരു തൂക്കേറിലേറ്റാൻ പോകുന്ന പ്രതിയാണ് ഞാൻ. ഇനി ഒരു കൊലപാതകവും കൂടെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഇത് തന്നെയായിരിക്കും ശിക്ഷ. മിക്കവാറും നിങ്ങളെ കൊന്നിട്ടായിരിക്കും ഞാൻ പോണത്. മര്യാദ താലി കെട്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? പശുവിനെ നോക്കി ഇരിക്കാനുള്ളതിന് എവളുടെ വിളിയും കേട്ട് പോരേ ചെയ്യുമ്പോ മനുഷ്യൻ വെട്ടൽ ഞാൻ എന്ത് ചെയ്യും? നോക്കാം. അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. അഭിരാമി, ഡെന്നീസ്, അയ്യോ! ഡെന്നീസ്, വേണ്ട. ഞാൻ പറഞ്ഞതാണ് ഡെന്നീസ്, വേണ്ട. അവളെ അഭിരാമി നിൽക്കാൻ. ഇല്ല, പറ്റില്ല. കബഡി 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 ഡെന്നീസ്, വേണ്ട ഡെന്നീസ്, വേണ്ട. കബഡി 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 കബഡി. ഡെന്നീസ്, വേണ്ട ഡെന്നീസ്. നിരഞ്ജൻ ടൈം ഓവർ. സാർ പ്ലീസ് സാർ, ഈ കബഡികളൊന്ന് കഴിയട്ടെ. ഇവരെ ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ട് വരാം. ഡെന്നീസ്, പശുവിന് മൂക്കേറാട്ടാ ഇത്രയും പാടി. ഈ മോതിരം ഒന്ന് തരാൻ പറ്റുമോ? പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്. അഭിരാമി, ഒരു സ്വർണം കിടക്കണ്. എവിടെ? കെട്ടടാ താലി. എന്നോട് പൊറുക്കണം അഭിരാമി. അത് കൊള്ളാം. ഞാൻ താലി കെട്ടിട്ട് അവള് യവന്റെ കൂടെ പൊറുക്കണം. ക്ഷമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങളൊന്ന് ക്ഷമിക്കും. ഇനി ഞാൻ കരയില്ല അഭിരാമി. യവനിനി എന്തിനു കരയണം? കരയാനുള്ള എല്ലാ സ്കോപ്പും എനിക്ക് എന്നിട്ടല്ലോ പോണേ. എനിക്ക് സന്തോഷായി അഭിരാമി, എനിക്ക് സന്തോഷായി. ഒരു നന്മയും കൂടെ ചെയ്യാൻ എനിക്ക് സാധിച്ചല്ലോ. അഭിരാമി, കരച്ചിലൊക്കെ മാറ്റി വന്ന് അനുഗ്രഹം മേടിക്കൂ. അഭിരാമിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വന്ന് അനുഗ്രഹം മേടിക്കൂ. രണ്ടും ചേരേണ്ടത് തന്നെ ചേർന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. അല്ല, ഇയാൾക്ക് ഇപ്പൊ വിളിക്കണ്ടേ? ഇപ്പൊ എന്താ വാക്കാത്ത പഴം ഇരിക്കണോ? ഒടുക്കത്ത വിളിയായിരുന്നല്ലേ. നിനക്ക് വേണമെങ്കിൽ വന്ന് കേറ്. എന്തായാലും നാളെയും കൂടെ അല്ലേ ഉള്ളൂ നിന്റെ കുന്തളിപ്പ്. സത്യം തന്നെയാണ്. എന്തായാലും ഞാൻ പോവുക. ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ ഈ ചിത്രം എൻ്റെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോവും. അതെനിക്ക് സാധിക്കില്ല. ഞാൻ പോവുക. അഭിരാമി, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാം. എടാ കാല, അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഞാൻ തിരിഞ്ഞു നോക്കൂലെന്ന്. പിന്നെ നീ എന്തിനാടാ പുറകെന്ന് വിളിക്കണേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നിൽ വന്ന് പറ. എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്താ? എന്റെ പേരൊന്ന് തെറ്റാതെ വിളിക്കാവോ? ബെത്ലഹേമിലെ സാനിയ മിർസ. ടെന്നീസ് കളിക്കുന്ന ആളാണല്ലോ. അങ്ങനെങ്കിൽ ഈ വായിന്ന് ടെന്നീസ് ഒന്നൊന്ന് വന്നല്ലോ.